തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് അറിയേണ്ടതുണ്ട്. രജീഷ് നരിക്കുനി വിവരങ്ങൾ നൽകും. രജീഷ്, ഗുഡ് മോർണിംഗ്. ഇന്നലെയൊക്കെ പലയിടത്തും ഇന്ധനക്ഷാമം വലിയ രൂക്ഷമായിരുന്നു. ഹോട്ടലുകളൊക്കെ അടച്ചുപൂട്ടേണ്ടി വരുന്ന സ്ഥിതി. അപ്പോൾ ഗാർഹിക ഉപഭോക്താക്കളടക്കം ഈ ഇടവേള കൂട്ടിയതിലൊക്കെ വലിയ ആശങ്കയിലാണ്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ എന്തൊക്കെയാണ് സ്ഥിതി? ആളുകൾ എന്തൊക്കെ പറയുന്നു? പ്രതികരണങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. തലസ്ഥാനത്ത് അതിരൂക്ഷമാണ് ഇന്ധനക്ഷാമം എന്നാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. കാരണം ഹോട്ടലുകളൊക്കെ പലതും അടച്ചു. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഏകദേശം 300ഓളം ഈ ഹോട്ടലുകൾ അടച്ചതായാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. പല ഹോട്ടലുകളും ഇന്നലെ മുതൽ ഉച്ചയ്ക്ക് ശേഷം മുതൽ ഈ ചായ അല്ലെങ്കിൽ ലഡുകടി മാറ്റുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ഹോട്ടലുകളൊക്കെ തന്നെ ഇന്ന് ഉച്ചവരെ പ്രവർത്തിക്കാനുള്ള വാചകം മാത്രമേ ഉള്ളൂ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യുമെന്നൊരു ആശങ്ക ഈ ഹോട്ടൽ ഉടമകളുടെ ഒരു ഭാഗത്തു നിന്നുമൊക്കെ ഉയർന്നു വരുന്നുണ്ട്. എന്നാലും പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുകയാണ്. 300ഓളം ഹോട്ടലുകൾ ഇതിനോടകം തന്നെ അടച്ചു പൂട്ടി കഴിഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിലുള്ള സിലിണ്ടർ അടക്കം അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം, ഹോട്ടലടക്കം അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. തട്ടുകടയിൽ ചോദിച്ചപ്പോഴും അവരും വലിയ പ്രതിസന്ധിയിലാണ്. അവർ ഉച്ചയ്ക്ക് ശേഷം ഇന്ന് ഉച്ചവരെ വിതരണം ചെയ്യാനുള്ള പാചകം ചെയ്യാനുള്ള ഗ്യാസ് മാത്രമേ അവിടെയുള്ളൂ. അതിനുശേഷം എന്ത് ചെയ്യുന്ന ഒരു ആശങ്ക അവരും പങ്കുവയ്ക്കുകയാണ്. എന്തായാലും ഈ ഒരു സാഹചര്യം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്ന ഒരു വലിയ ചോദ്യം ഉയരുകയാണ്. പല ഹോട്ടലുകളും അവരുടെ ഭക്ഷണത്തിന്റെ പാചകം ചെയ്യുന്ന വസ്തുക്കളുടെ എണ്ണം കുറച്ചിരിക്കുകയാണ്. ചില പൊറോട്ടകൾ, അതോടൊപ്പം തന്നെ ദോശകൾ എന്നിവയൊക്കെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വിറകടുപ്പിലേക്ക് മാറേണ്ട ഒരു സാഹചര്യം, അതായത് ഹോട്ടലുകളൊക്കെ തന്നെ ഇനി വിറകടുപ്പിലേക്ക് മാറേണ്ട സാഹചര്യമാണ്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഗ്യാസുകൾ എത്തിയില്ലെങ്കിൽ തലസ്ഥാനത്തെ ഭൂരിഭാഗം ഹോട്ടലുകളും അടച്ചുപൂട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ ഉടമകളും ഒപ്പം തന്നെ പ്രവർത്തിക്കുന്നവരും ഒക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാലും വലിയ പ്രതിസന്ധി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നതാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടത്. ഇപ്പോൾ ഈ പ്രതിസന്ധി ഇങ്ങനെ പോയാൽ ഇനി തലസ്ഥാനത്ത്, അതായത് പല ഭാഗങ്ങളിലും പല ആവശ്യങ്ങൾക്കും തലസ്ഥാന നഗരത്തിലേക്ക് എത്തുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഇനി എന്ത് ചെയ്യും? അതായത് ഇവിടെ എത്തുന്നവർക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ ഗ്യാസ് കഴിയുകയാണെങ്കിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന സാഹചര്യമില്ലെങ്കിൽ അവരൊക്കെ ഇനി എങ്ങനെയായിരിക്കും ഭക്ഷണം കഴിക്കാനടക്കമുള്ള ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. എന്നാലും പ്രതിസന്ധി അതിരൂക്ഷമാണ് തലസ്ഥാനത്ത് എന്നാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. പല ആളുകളും പല ഭാഗങ്ങളിലും എത്തിയാണ്, നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ഹോട്ടലിലേക്ക് എത്തിയാണ് ഭക്ഷണം കഴിക്കുന്നത്. കാരണം പല ഹോട്ടലുകളും അടച്ചിരിക്കുന്നു, പല തുറക്കാത്ത സാഹചര്യം. തിരുവനന്തപുരം സ്റ്റാച്യു ഹോട്ടൽ അടക്കം അടച്ചുപൂട്ടിയിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ ഹോട്ടൽ ഉടമകൾ തന്നെ നമ്മോട് പ്രതിനിധികൾ, വർക്ക് ചെയ്യുന്ന ജോലിക്കാരൊക്കെ നമ്മോട് പ്രതികരിക്കുകയാണ്. നിലവിലൊരു സാഹചര്യം എന്താണ് ഇവിടുത്തെ? നിലവിലൊരു സാഹചര്യം ഗ്യാസ് പ്രശ്നമാണ്. പക്ഷേ ആ ഗ്യാസിനെ അഭിമുഖീകരിച്ച് വിറവിലോട്ട് ഞങ്ങൾ നീങ്ങുകയാണ്. അപ്പോൾ അത് പിന്നെ സദ്യ മാറ്റി നമ്മൾ കേരള സദ്യയായിട്ട് തുടങ്ങി. പിന്നെ വിറവിലോട്ട് പഴയ കാലത്തിലോട്ടൊന്ന് നീങ്ങാൻ സാഹചര്യത്തിലോട്ട് നമ്മൾ നീങ്ങണമല്ലോ. അല്ലാതെ എല്ലാം എപ്പോഴും കിട്ടൂലല്ലോ. കിട്ടുന്നതനുസരിച്ച് ജീവിക്കുക. ഇല്ലാത്തവർക്കുടെ ദുഃഖം അറിയണം. നമുക്ക് മാത്രമേ ഇല്ല, മറ്റുള്ളവർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടല്ലേ. ആ കടൽ തീരത്തിൽ ആ അഭയാർത്ഥി ക്യാമ്പിൽ 2 മക്കളെയും തള്ളയായിട്ട് ഒരു കടൽ തീരത്ത് കിടക്കുന്ന ആ സീന് കണ്ടല്ലോ. അപ്പോൾ അവർക്കൊരു നേരം ആഹാരം ഇല്ലല്ലോ. അപ്പം നമുക്കുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റുള്ളവർക്കും ഇല്ലല്ലോ, നമുക്ക് വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇതിനൊക്കെ അഭിമുഖീകരിച്ച് പോകണം. പഴയ കാലത്തിലോട്ട് നീങ്ങാൻ നോക്കുക. ഇതൊക്കെ മാറും, മാറാത്തതൊന്നുമില്ല, എല്ലാം മാറും. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഭക്ഷണം പാചകം ചെയ്യുന്നത്? കാരണം ഇപ്പോൾ ഗ്യാസ് ഭയങ്കര ഷോർട്ടേജാണ് പറഞ്ഞത്. ഉച്ചയ്ക്ക് ശേഷം പാചകം ചെയ്യാൻ ഗ്യാസ് ഇല്ല എന്നൊക്കെയാണ് നമുക്കറിയുന്നത്. ഗ്യാസ് ഇവിടെ തീരെ ഇല്ല. ഇപ്പം നമ്മൾ വിറവിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. ഉടനെ തന്നെ ഇവിടെ സദ്യയൊക്കെ ചുരുക്കി ഇപ്പം കേരള മീൽസിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പം കഴിവതും ഗ്യാസ് ഇല്ലാതെ വിറവിലേക്ക് എങ്ങനെ ചെയ്ത് കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. കാരണം എല്ലാ ഹോട്ടലുകളും അടച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ആൾക്കാരെല്ലാം ഇവിടെ കൂടുതലായിരുന്നു. അപ്പം പല ഭാഗങ്ങളിൽ ആൾക്കാർ ചായ, ടീ, സ്നാക്സ് കുടിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇന്നലെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്യാസിൻ്റെ ഇത് എല്ലായിടത്തും പെട്ടെന്ന് കൊണ്ടുവരണമെന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ആൾക്കാരെല്ലാം വലയുന്നുണ്ട്. അപ്പം നമ്മളും ഇത് കേരള മീൽസിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. കാരണം ഇവിടെ ഏതൊക്കെ ഭക്ഷണമാണ് ഇവിടെ വെട്ടിച്ചുരുക്കിയിരിക്കുന്നത്? ഇവിടെ നമ്മൾ സദ്യയെല്ലാം നമ്മൾ കുറച്ചു, അതിനെ മിനി സദ്യയാക്കി. ചൈനീസ് ഫുഡൊക്കെ കുറച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പം നമ്മൾ കഴിവതും ഇപ്പൊ വിറവിലേക്ക് എന്തൊക്കെ വിറവിൽ പറ്റുമോ അതൊക്കെ വിറവിൽ കൊണ്ട് പാചകം ചെയ്ത് കൊണ്ടുവരാനാണ് ഇപ്പൊ. അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വിറകൊക്കെ കൊണ്ടുവന്നുകൊണ്ട് തന്നെ അതിന്റെ ഒരു പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമങ്ങൾ. തിരുവനന്തപുരം നഗരത്തിലേക്ക് നോക്കുമ്പോൾ മിക്ക ഹോട്ടലുകളും തുറന്ന് പ്രവർത്തിക്കുന്നില്ല. ഇനി ചുരുക്കം ചില ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിക്കുന്നതാകട്ടെ മെനു ഒക്കെ വെട്ടിച്ചുരുക്കിക്കൊണ്ട് മിനിമം വിഭവങ്ങളൊക്കെ നൽകിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം കൂടിയാണ് തുടരുന്നത്.